സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഈ സംസാരം മാക്സിമം ഒഴിവാക്കുക. സംസാരിക്കേണ്ടെന്നല്ല, പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം പറയുമ്പം അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊരു തരിയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അറിയാതെ പറയുന്നത് ചിലപ്പോൾ മറ്റുള്ളവരെ ട്രിഗർ ചെയ്യാം. അത് മാക്സിമം ഒഴിവാക്കുക. രേണുസുധിയുടെ രോഗം ഉടായിപ്പാണോ, അല്ലെങ്കിൽ രേണുസുധി എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും അല്ല, രേണു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് ഇന്ന് ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ആ ഡാൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു ഭയങ്കരമായിട്ട്, അതായത് അവരുടെ ആ ശരീരത്തിന്റെ ആ ഇതുപോലും നോക്കാതെ അവരൊരു ഭയങ്കരമായിട്ടുള്ളൊരു കുറ്റം ചെയ്തിരിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, അതായത് ആ ഒരു സാധനം കണ്ടില്ലേ, അതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വലിയ പ്രത്യാഘാതത്തിലേക്ക് നീങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം അത് എന്തെങ്കിലും ഇതായിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ പഴുപ്പങ്ങാരം കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് മാറും. പിന്നെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ രേണു പറയുന്ന വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഉദ്ഘാടനങ്ങൾ വേണം. അതായത് ഇങ്ങനെയൊന്നും നടന്നാൽ പോരാ, എനിക്ക് എവിടെയെങ്കിലും അടുത്തുള്ള ഉദ്ഘാടനങ്ങൾ വേണം. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇപ്പോഴും അച്ഛൻ പറയുന്നത്. അതായത് അച്ഛൻ എന്തുകൊണ്ടാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്തത്? രേണു ഇതിനിടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ നിന്നും റിക്കവർ ആയി കഴിഞ്ഞാൽ ഞാൻ വേഗം പോയിട്ട് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയിട്ട്, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സുവിശേഷ പ്രസംഗമൊക്കെ നടത്തും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബിഷപ്പ് വന്നിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തത്. അതുപോലും ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് ഇപ്പോഴും പറയുന്നത് എന്താ, എങ്ങനെയെങ്കിലും എനിക്ക് രോഗം മാറിയിട്ട് പഴയ ജീവിതത്തിലേക്ക് തന്നെ പോകണം, പഴയ രീതിയിലേക്ക് തന്നെ പോകണം. അതൊക്കെ നല്ലതാണ്. പക്ഷേ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും അസുഖമൊക്കെ മാറട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും തീരുമാനിക്കാലോ. അതുമാത്രവുമല്ല, നിങ്ങൾ ഇപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റുമായിട്ട് കൃത്യമായിട്ട് സഹകരിക്കുക, ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോൺ ഇനി അവിടെ കയ്യിൽ നിന്നും താഴെ വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. മനുഷ്യ ജീവനല്ലേ വലുത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഫോണും പിടിച്ചിരുന്ന് ജനങ്ങളുടെ പ്രാക്കും കേട്ട് ജനങ്ങളുടെ വർത്തമാനവും കേട്ട് എന്താണ് അതിൻ്റെ ആവശ്യം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോഴേ രേണുസുധി അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് കാണുമ്പോഴേ അതൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കാണുന്നവർക്കൊക്കെ. പക്ഷേ അതിൻ്റെ അടിയിൽ വന്ന ചില കമൻറ്റുകളുടെ, അതായത് ഇത് അഭിനയമാണ്, ഇത് രോഗമൊന്നുമില്ല, ഇത് വെറുതെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറച്ച് കാലത്തേക്കെങ്കിലും ഈ സാധനം കയ്യിൽ നിന്ന് താഴെ വെക്ക്. കാരണം എന്തിനാണ് വെറുതെയെങ്കിലും ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്ന ആ സപ്പോർട്ട് കിട്ടട്ടെ. അല്ലാതെ എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് പോയിട്ട് പിന്നെ എനിക്ക് ഡാൻസ് കളിക്കണം, അല്ലെങ്കിൽ എനിക്ക് പഴയതുപോലെ തന്നെ പോകണം എന്നൊന്നും പറയാതെ ദൈവത്തിൽ അർപ്പിക്കുക കുറച്ചു കാലം. അതായത് ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ശിഷ്യയാകും എന്നൊക്കെ പറയും. ഈയിടക്ക് പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ അച്ഛൻ വന്ന് പെട്ടെന്ന് തന്നെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സുവിശേഷകയെ കിട്ടുന്നതാണ്, അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെക്കണ്ട എന്ന് കരുതിയിട്ടല്ലേ അച്ഛൻ പെട്ടെന്ന് തന്നെ വന്ന് സപ്പോർട്ട് ചെയ്തില്ലേ? അപ്പൊ അതാണ് പറയുന്നത്, അച്ഛൻ്റെ സപ്പോർട്ട് ഇല്ലാതാക്കരുത്. നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാതെ പോകും. കാരണം അവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അവരുടേതായ ഒരു കാര്യങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ അജണ്ടകളുണ്ട്. അല്ലാതെ വെറുതെ വന്നിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ഇപ്പം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ പണ്ട് ഒരുപാട് കാലം മുമ്പ്. ഇനിയിപ്പോൾ അച്ഛൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ തന്നെ, അതായത് രോഗം പുറത്തു കൊടുത്തു, ശരിയാണ് രോഗം മാറിക്കോട്ടെ എന്നൊക്കെ കരുതാം. എന്നാലും അച്ഛൻ വന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, രേണു അന്ന് പറഞ്ഞ, അതായത് ഇനി ഞാൻ പള്ളിയിൽ പോകും, പള്ളിയിൽ പോയിട്ട് കുറച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ പണങ്ങിയിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ അച്ഛൻ കിച്ചുവിൻ്റെ ഭാഗത്ത് കൂടുവേ. കിച്ചുവിൻ്റെ ഭാഗത്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിച്ചുവിനെ എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടിക്കണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും കൂടി കളിക്കുന്നത്, വേറെ ഒന്നുമല്ല. കാരണം നല്ല വില കിട്ടുന്ന സ്ഥലവുമാണ്, നല്ലൊരു വീടും ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ചെറുക്കൻ ഇനിയിപ്പോൾ എനിക്ക് വേണ്ട നിങ്ങളുടെ സ്വത്ത്, നിങ്ങൾ തെച്ചു കൊടുത്തോ എന്ന് പറഞ്ഞ് പോകുന്നത് വരെ അവനിങ്ങനെ ടോർച്ചർ ചെയ്യാനാണെങ്കിൽ അത് വളരെ മോശമാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് അവൻ്റെ അച്ഛന് കിട്ടിയ, അവൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നവർ കൊടുത്തൊരു വീടാണ്. അവനൊരിക്കലും അതിനകത്ത് നിന്നും അവനൊരിക്കലും പോകാനും പാടില്ല, രേണു ഒരിക്കലും അവനെ ഇറക്കി വിടാനും പാടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഒരു സഹോദരി പറഞ്ഞ കുറച്ച് കാര്യമുണ്ട്, അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അത് കേട്ടപ്പോഴേ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞത്. കുറച്ച് പഴയ വീഡിയോ വന്നിട്ട് അത് പക്ഷേ ഇപ്പോഴാണ് പ്രാവർത്തികമാകുന്നത്. പഴയ വീഡിയോ ആണെങ്കിലും ഇപ്പോഴതിൻ്റെ ഒരുപാട് കഴമ്പുകളുണ്ട്. അത് എത്രത്തോളം ഭീകരമായ അവസ്ഥയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
രേണുവിനോടും കിച്ചുവിനോടുമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ രേണു കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് എത്രത്തോളം ഭീകരമായ അവസ്ഥയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം പേഴ്സണലി ഞാനത് കണ്ടിട്ടുണ്ട്. രേണുവിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട 2 കാര്യങ്ങൾ: 1 സമാധാനം, 2 സപ്പോർട്ട്. ഫസ്റ്റ് തിങ്, സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഈ സംസാരം മാക്സിമം ഒഴിവാക്കുക. സംസാരിക്കേണ്ടെന്നല്ല, പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം പറയുമ്പം അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊരു തരിയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അറിയാതെ പറയുന്നത് ചിലപ്പോൾ മറ്റുള്ളവരെ ട്രിഗർ ചെയ്യാം. അത് മാക്സിമം ഒഴിവാക്കുക. യെസ്, അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ഇനി അടുത്ത് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉദ്ഘാടനത്തിന് പോകും എന്നുള്ള കാര്യം ആദ്യം തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ട്രീറ്റ്മെന്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിനോ മറ്റിനോ ഒന്നുമല്ല. ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെയും കിട്ടും. അല്ലാതെ എന്ന് പറഞ്ഞാൽ നാളെ തന്നെ ഉദ്ഘാടനം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിച്ചു പോകത്തൊന്നുമില്ല. പിന്നെ എന്തിനാണ് വെറുതെങ്കിലും ഉദ്ഘാടനത്തിന് ഞാൻ പോകും? അത് കഴിഞ്ഞ് പറയുന്നത് എന്താ, ഡോക്ടർ എന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് എന്താ പിന്നെ ഡോക്ടറോട് ഡിസ്കസ് ചെയ്യണ്ടേ? ഡോക്ടറോട് പറയണ്ടേ, ഡോക്ടറെ ഞാൻ ഇതേപോലെ ഉദ്ഘാടനത്തിന് പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അതായത് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പേഷ്യൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും മാറുന്നത് വരെ അവർ മറ്റുള്ളവരിൽ നിന്ന് വരെ അകലം പാലിച്ചു നിൽക്കും. കാരണം എന്താ, അവരുടെ ശരീരത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധ ശേഷി കുറവായിരിക്കും. അപ്പോൾ പല അസുഖങ്ങളും പെട്ടെന്ന് തന്നെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പിടിപെട്ട് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പിടിച്ച പ്രശ്നമാണ് പിന്നീട് അങ്ങോട്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉദ്ഘാടനത്തിന് പോകും ഭയങ്കരമായിട്ട് ഞാൻ അതൊക്കെ പൊട്ടിപ്പാടാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് രേണുസുതി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഉദ്ഘാടന മാമാങ്കൊക്കെ പിന്നെ നടത്തിക്കോ. ഇതെന്തെന്നാണ് എപ്പോഴും ഉദ്ഘാടനം ഇല്ലേ അവിടെ? ഈ അഭിപ്രായം പറഞ്ഞൊക്കെ വീഡിയോ ചെയ്യുന്നവരുമായിട്ടുള്ള കൊളാബറേഷൻസ് അതും ഒഴിവാക്കുക. ഇതൊക്കെ വേറൊരു വ്യക്തിയെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. ട്രിഗർ ആയി കഴിയുമ്പോൾ അവർ നമുക്കെതിരെ ഒന്ന് പറയും. നമ്മുടെ ഉള്ള മനസ്സമാധാനം കൂടി ഇല്ലാതാകും. കാരണം സോഷ്യൽ മീഡിയ ഇസ് വെരി ഡേഞ്ചർ. അത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, കല്ലിവല്ലി. അതായത് പറയുന്നവന്റെ ബായ തുന്നിക്കെട്ടാൻ പറ്റൂലല്ലോ. അവർക്ക് ഇനി കണ്ടന്റുകൾ ഇട്ടുകൊടുക്കാതിരിക്കുക. അപ്പൊ ഇതിനിടയ്ക്കൊക്കെ കണ്ടില്ലേ, രേണുസുതി അനാവശ്യമായിട്ട് ആ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ അവൻ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, അവന്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, അവനായി അവന്റെ പാടായി, അങ്ങനെ പറഞ്ഞു വിട്ടൂടെ? എന്തിനാണ് വെറുതെങ്കിലും അവനെ ചൊറിയാൻ പോയത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോഴങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമുണ്ടാകുന്നു. അതുമാത്രവുമല്ല, അതിൽ എന്ന് പറഞ്ഞാൽ ബിഷപ്പ് വരെ ഇടപെട്ട് ഇപ്പൊ ബിഷപ്പിന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നെഗറ്റീവാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ബിഷപ്പിനെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കി പറഞ്ഞ ആൾക്കാർ മുഴുവൻ ഇപ്പോഴും ബിഷപ്പിനെ എടുത്ത് കൊടയുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ബിഷപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരുപാട് പേര് കമന്റും കാര്യങ്ങളൊക്കെ എഴുതുന്ന നമ്മൾ കണ്ടില്ലേ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അനാവശ്യമായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അവനായി അവന്റെ പാടായി അവന്റെ ജോലിയും കൊണ്ട് എവിടെയോ പോയിക്കോട്ടെ, അങ്ങനെ നിന്നൂടെ? വെരി ഡേഞ്ചറസ്. ഇപ്പോൾ നെഗറ്റീവായിരുന്ന ഒരു വ്യക്തി ഇപ്പൊ പോസിറ്റീവിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെ? ഇതേപോലെ പോസിറ്റീവായിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നെഗറ്റീവിലേക്ക് പോകാം. അതിന് വെറും സെക്കൻഡ്സ് മതി, വെറും ഒരു വീഡിയോ മാത്രം മതി. ഇപ്പോൾ രേണു കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇതേ അവസ്ഥയിലൂടെയുള്ള ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വീഡിയോസ് കാണുമ്പോൾ മോട്ടിവേഷൻ പോകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും രേണു ചെയ്യാം. മനുഷ്യനാണെങ്കിൽ തെറ്റ് ചെയ്തവർക്ക് തിരുത്താനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതല്ലേ? അതാണ്, മനുഷ്യനായി കഴിഞ്ഞാൽ തെറ്റ് പറ്റും. തെറ്റ് തിരുത്താനുള്ള അവസരമാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത് എന്നങ്ങ് കരുതിയാൽ മതി. അപ്പൊ രേണു പറയുന്നത് എന്താ വെച്ചാൽ എന്റെ വരുമാനമില്ല എന്നാണ്. കാരണം രേണുവിന് നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ രേണുവിന് അത്യാവശ്യം പൈസയൊക്കെ എന്നാണ്, ജീവിക്കേണ്ട പൈസയൊക്കെ അവരുടെ ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ കിട്ടും, യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടും. അവർക്ക് പിന്നെ പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ വേറെയും കിട്ടും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ള തരത്തിലുള്ള ആൽബങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എന്തിനാണ് ഈ സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെറുതെ നാണം കെടാൻ നിൽക്കുന്ന എന്തിനാണ്? അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സമാധാനത്തോടു കൂടി ആരോടും ഒരു പിണക്കവും ഇല്ലാതെ, അതായത് ഒരാളോട് പോലും വന്നു കഴിഞ്ഞാൽ സന്തോഷം, വന്നില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള തരത്തിൽ എന്തിനാണ് വെല്ലുവിളിക്കുന്നത്? നീ ഇങ്ങോട്ട് വരണം, എന്നെ കാണാൻ വന്നില്ല, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇട്ട് കൊടുക്കലാണ്. അവന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. അതായത് അവൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ട് എന്ന് പറഞ്ഞാൽ രേണു ഇങ്ങനെ ഇഷ്ടമുണ്ടോ എന്നുള്ള തരത്തിൽ അതൊക്കെ വളരെ മോശമാണെന്ന് ഞാൻ പറയുള്ളൂ. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.